ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും നിന്നോട് മിണ്ടില്ല എന്ന് ഇവളോട് ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് വെറുപ്പായിരുന്നു എനിക്ക് നിന്നെ. എൻ്റെ അടുത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ നീ കാണിച്ച പോലൊന്നും കാണിച്ചിട്ടില്ല. അത് നീ പുറത്തിറങ്ങിയിട്ട് വീഡിയോസ് എല്ലാം കാണുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും എന്ന് നീവൻ പറയുന്നു. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. ഞാൻ കുറേ ആലോചിക്കുന്ന കൂട്ടത്തിലാടാ. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, മോശ കാര്യങ്ങളും ആലോചിക്കാറുണ്ട്. നീ ഇതെല്ലാം കാണുമ്പോൾ പുറത്തിറങ്ങിയിട്ട് എല്ലാം വളരെ ഫണ്ണായിട്ട് നിനക്ക് തോന്നത്തോളന്ന് നിവിൻ. എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി ഓരോരുത്തരിങ്ങനെ പിടിച്ച് നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ ഗെയിമുകളുണ്ട്, അതേണൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മളെല്ലാവരും കൂടെ ഒരേ പാത്രത്തിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന് ആദില. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ദേഷ്യവും വഴക്കും ബഹളവും എല്ലാം അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പൊട്ടിത്തെറികളുണ്ടാകും, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമെന്ന് ആദില പറയുന്നു. എനിക്കൊന്നുമില്ല, എൻ്റെ മനസ്സിലൊന്നുമില്ല. പൊതുവേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും നിൽക്കാറില്ല. നിവിൻ പറയുക, എനിക്ക് ഇവിടുന്ന് പോയവരില്ലേ, ഇവിടുന്ന് പോയവരൊക്കെ പോകുമ്പോൾ എനിക്ക് വിഷമം തോന്നിയതാണ്. കാരണം എനിക്കിഷ്ടമുള്ള ആൾക്കാരാണ്, ലക്ഷ്മി ഒഴിച്ച്. ലക്ഷ്മിയായിട്ട് എനിക്ക് അത്ര ഇതില്ലായിരുന്നു. അനുമോൾ പറയണേ, ലക്ഷ്മിയുടെ ഭാഗത്തും കുറച്ച് ക്വാളിറ്റീസൊക്കെ ഉണ്ടെന്ന് നിവിൻ. അപ്പോൾ അനുമോൾ പറഞ്ഞു ഉണ്ട്, കുറച്ച് ഒന്നല്ല കുറേ ഉണ്ട്, കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെന്തോ പുള്ളിക്കാരത്ത് മിങ്കിൾ ചെയ്യാൻ കുറച്ച് പാടാണ്. ചൂസ് ചെയ്ത് കുറച്ച് ആൾക്കാർ, നീ, ഷാനവാസിക്ക, അങ്ങനെ കുറച്ച് ആൾക്കാർ. ആര്യനും ഷാനവാസിക്കയും നീയും ഒക്കെയാണ്. ഗേൾസിനോട് അധികം പുള്ളിക്കാരി അങ്ങനെ മിണ്ടാറൊന്നുമില്ല. എന്നെപ്പോലെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ഫൈനൽ 5 വന്നില്ലെങ്കിൽ ബിഗ് ബോസിന് നഷ്ടമാണ് കേട്ടോ. എന്നെ ഫൈനൽ 5 വിളിച്ചില്ലെങ്കിൽ, എന്നെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെ, വൻ നഷ്ടമായിരിക്കും. ബിഗ് ബോസിനോടാണ് നിവിൻ പറയുന്നത്. അടുത്ത പ്രാവശ്യം സീസൺ 8 ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എന്നെ ഫൈനൽ 5 എടുത്തോ. പുറത്തിറങ്ങിയാൽ നമ്മൾ കാണുമെന്ന് അനുമോട് പറയുന്നു. തീർച്ചയായിട്ടും കാണുമെന്ന് നിവിൻ. പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞങ്ങളായിരിക്കും എന്ന് പറയുന്നത് ആദിലയും നിവിനും. നീ എന്താ പ്രിപ്പയർഡായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞത് പോകാൻ. എന്നിട്ട് നിവിൻ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല ഇവള് പോകുന്നത്, അനുമോള് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അനുമോള് പറഞ്ഞു, കാര്യമുണ്ട് പറയാമെന്ന്. അനുമോള് പറയാം, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, ഇല്ലെങ്കിൽ വാ എൻ്റെ കൂടെ, എനിക്ക് അക്ബറിൻ്റെ അടുത്തുനിന്ന് പോകണമെന്ന്. നീ പോയി സംസാരിക്കുന്ന ആദില പറയുന്നത്, വാടോ ഒന്ന് അനുമോള് വിളിക്കുന്നത്. ഇല്ലില്ല, അങ്ങനെയാണ്, നീ ഒറ്റയ്ക്ക് പോയി സംസാരിക്കുന്നു പറയുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.